BJP പുനഃസംഘടനയ്ക്ക് പിന്നാലെ തന്നെ പോഷക സംഘടനകളിലും ഭാരവാഹികളെ ഉടൻ പ്രഖ്യാപിക്കുമെന്ന വിവരമാണ്. നിലവിൽ സുരേന്ദ്രൻ മുരളീധര പക്ഷത്തുള്ള മുഴുവൻ ആളുകളെയും മാറ്റിയാകും യുവമോർച്ച, മഹിളാ മോർച്ച ഉൾപ്പെടെയുള്ള സംഘടനകളിൽ പുതിയ ഭാരവാഹികളെ പ്രഖ്യാപിക്കുക. പ്രസാദ് ഒരുമിച്ചിട്ടുണ്ട്. പ്രസാദ്, ഈ യുവമോർച്ച, മഹിളാ മോർച്ച നേതാക്കളുടെ അല്ലെങ്കിൽ നേതൃത്വത്തിന്റെയൊക്കെ വലിയ പരാതി അവിടെ ഒരു പുനഃസംഘടന നടക്കുന്നില്ല, പല നേതാക്കളും അധിക ചുമതല വഹിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെയായിരുന്നു. ഇപ്പോൾ പുതിയ സംഘടനയെ പ്രഖ്യാപിക്കുമ്പോൾ അതൊരു പൊട്ടിത്തെറിക്ക് കൂടി വഴിവെക്കുമോ എന്നാണ് ആശങ്ക. സതിലക്ഷ്മി, അങ്ങനെ ഒരു പൊട്ടിത്തെറി അല്ലെങ്കിൽ ഒരു പരസ്യ പ്രതിഷേധം ഉണ്ടാവില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം അത് BJPയുടെ അല്ലെങ്കിൽ അവരുടെ പോഷക സംഘടനകളുടെ ഒരു പ്രവർത്തന രീതി എന്നുള്ളതാണ്. എന്നാൽ അമർഷം ഇപ്പോൾ BJPയുടെ പുനഃസംഘടനയിൽ കെ സുരേന്ദ്രൻ മുരളീധര പക്ഷത്തെ പൂർണ്ണമായും മാറ്റിയതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അമർഷം പാർട്ടിക്കകത്ത് പുകയുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ ഈ മാനദണ്ഡങ്ങൾ പാലിച്ചില്ല എന്നുള്ളതാണ് ഇപ്പോൾ BJPയിലെ അല്ലെങ്കിൽ സുരേന്ദ്രനോടൊപ്പം നിൽക്കുന്ന ആളുകൾ പ്രധാനമായും പറയുന്നത്. ഇനിയിപ്പോൾ വരാനിരിക്കുന്നത് അടുത്ത് തന്നെ അവരുടെ പോഷക സംഘടന, യുവമോർച്ച, മഹിളാ മോർച്ച ഉൾപ്പെടെയുള്ള പോഷക സംഘടനകളുടെ നേതൃത്വത്തെയാണ് പ്രഖ്യാപിക്കാനുള്ളത്. നേരത്തെ യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ പ്രഫുൽ കൃഷ്ണ ആയിരുന്നു. അതോടൊപ്പം തന്നെ മഹിളാ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷ നിവേദിത സുബ്രഹ്മണ്യമായിരുന്നു. ഇവരെല്ലാം തന്നെ തൃശൂർ, കോഴിക്കോട് BJPയുടെ സംഘടനാ ജില്ലകളുടെ പ്രസിഡന്റുമാരായി മാറിയതോടുകൂടി പുതിയ ആളുകളെ കൊണ്ടുവന്നിരുന്നില്ല. നിലവിൽ ഇവരെല്ലാം തന്നെ സുരേന്ദ്രപക്ഷത്ത് നിൽക്കുന്ന ആളുകളാണ്. പകരം വരുന്ന ആളുകൾ ഇപ്പോൾ യുവമോർച്ചയുടെ സംസ്ഥാന നേതൃത്വത്തിലേക്ക് പരിഗണിക്കപ്പെട്ടിരുന്ന രണ്ട് പേരുകളിൽ ഒന്ന് ശ്യാംരാജ് ആയിരുന്നു, ഇടുക്കിയിൽ നിന്നുണ്ടായിരുന്ന. മറ്റൊരാൾ KP വരുൺ പ്രസാദ് ആണ്, പാലക്കാട് നിന്നും. ഇപ്പോൾ ശ്യാംരാജ് BJPയുടെ സംസ്ഥാന സെക്രട്ടറിമാരിൽ ഒരാളായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഇനി KP വരുൺ പ്രസാദിനാണ് സാധ്യത. ഇത് RSSന്റെ കൂടി താല്പര്യപ്രകാരമാണ് വരുൺ പ്രസാദിനെ യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷനായി പരിഗണിക്കുന്നത്. അതോടൊപ്പം തന്നെ മഹിളാ മോർച്ചയുടെ നവ്യ ഹരിദാസ്, കോഴിക്കോടുള്ള നവ്യ ഹരിദാസിനെയാണ് മഹിളാ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷയായി പരിഗണിക്കുന്നത്. എന്തായാലും ഇവിടെയും അവരുടെ പോഷക സംഘടനകളിലും കെ സുരേന്ദ്രനും അതോടൊപ്പം തന്നെ മുരളീധരനുമുള്ള സ്വാധീനം ഇല്ലാതാകുന്നു എന്നുള്ളതാണ് പുനഃസംഘടനയുടെ ഈ ചർച്ചകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും പോഷക സംഘടനകളിലും സ്വാധീനം കുറയുകയാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ പാർട്ടി സംസ്ഥാന നേതൃത്വത്തിലും സ്വാധീനം കുറയുകയാണ്. ഇതേത് രീതിയിലാണ് ഇവർ ഇതിനെ പാർട്ടി ദേശീയ നേതൃത്വത്തെ സമീപിക്കുക എന്നുള്ളതെല്ലാം വരും ദിവസങ്ങളിലാണ് അറിയാൻ കഴിയുക. ഇപ്പോൾ എന്തായാലും സംസ്ഥാന നേതൃത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതിന്റെ ഭാരവാഹികളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതൃപ്തി കേന്ദ്രത്തെ അറിയിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അടുത്ത ദിവസം തന്നെ പോഷക സംഘടനകളുടെ ഭാരവാഹികളെയും പ്രഖ്യാപിക്കും. ഓക്കെ പ്രസാദ്, ശരി.